പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 111ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവനെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ മാത്തച്ചൻ EJ ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ള വയനാട്ടിലുള്ള പുൽപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നുമാണ്. അവിടെയുള്ള AG ചർച്ച് പനമരം വയനാട് ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഞാൻ എന്റെ പേരൊക്കെ വെളിപ്പെടുത്തിയല്ലോ, എന്റെ മക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ വയനാട് ജില്ലയില് പനമരം നീർവാരം എന്ന ദേശത്താണ് ഇപ്പൊ വർക്ക് ചെയ്തത്. ട്രൈബൽ ചർച്ചാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരുമില്ലായിരുന്നു. പുൽപ്പള്ളി ഏജിയില് ആണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 1985 RSC വിഭാഗത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എനിക്ക് വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് പങ്കുവെക്കാൻ സമയമില്ല. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ വേറൊരു അവസരത്തിൽ നമുക്ക് അത് പങ്കുവെക്കാം. 1985 ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. ആദ്യം എൻ്റെ ഭാര്യയാണ് രക്ഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 39-40 വർഷത്തിനടുത്തായി. ഇത്രത്തോളം ദൈവം നിലനിർത്തി. എന്നാൽ സാധാരണ ഒരു വിശ്വാസിയായിട്ടായിരുന്നു ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദൈവദാസന്റെ ദൂത് പറഞ്ഞു, നിങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ട്. ദൈവസഭയെ തന്നു കഴിഞ്ഞാൽ ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന താല്പര്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ താല്പര്യമൊന്നുമില്ല, സുവിശേഷ വേല ചെയ്യാം, ദൈവവേലയ്ക്ക് ഒരു പാസ്റ്ററായിട്ടിരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം ഒരു സഭയിൽ നിന്ന് ഒരു ശുശ്രൂഷയ്ക്ക് ദൂത് പറഞ്ഞു, നാം നിങ്ങൾ ഈ സഭയിൽ നിന്ന് പറിച്ച് വേറെ ഇടം നടുവെന്ന് പറഞ്ഞു. എന്നാൽ ചില വർഷങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ആ സഭയിലുള്ള ഈ സഭയിലല്ല ഉള്ളത്. ഞങ്ങളെ പറിച്ച് ദൈവം അവിടെ നീർവാരം ദേശത്ത് നട്ടിരിക്കുക. ഞാൻ ചെന്നതിന് ശേഷമാണ് അവിടെ ആത്മാക്കളൊക്കെ ആദിവാസിയിൽപ്പെട്ട കുറെ കുടുംബങ്ങൾ അവിടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മദ്യപാനത്തിനും മുറുക്ക്, അവര് രോഗം ഒക്കെ ബാധിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടി വിടുന്നുണ്ട്. അത് പിന്നെ പറയാം, അതിനിപ്പോ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക. ട്രൈബിൽ നിന്നുള്ളവർ മാത്രമേ ആ ചർച്ചിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 25ഓളം കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് 30 പേരോളം കൂടും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രത്യേകമായിട്ട് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ വചന ശുശ്രൂഷിക്കണമെന്ന് ഗ്രേസിയാൻ്റെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഏത് ഭാഗമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഒരു വേദവചനം എൻ്റെ മനസ്സിലേക്ക് പ്രകാശിപ്പിച്ചു തന്നു. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നെറ്റിന്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ യോഹന്നാന്റെ സുവിശേഷം എന്നാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 21-ാം അധ്യായം. അതിന്റെ 1-ാമത്തെ വാക്യങ്ങൾ മുതൽ വായിക്കാനകത്ത് ചില ആലോചനകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമാണ്. അതിന്റെ പശ്ചാത്തലത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പശ്ചാത്തലത്തിലേക്ക് കടന്ന അത് പറയണമെങ്കിൽ സമയം വീണ്ടും കുറെ പിടിക്കും. എന്നാൽ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ വിധങ്ങളെ കുറിച്ചാണ് അവിടെ വായിക്കുക. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തിബരിയാസ് കടൽ എന്ന് പറഞ്ഞാൽ ഗലീല കടൽ തന്നെയാണ്. ആ കടലിന് 2 പേരുണ്ട്, തിബരിയാസ് എന്നും പറയും, ഗലീല കടൽ എന്നും പറയും. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി ആയത് ഈ വിധം ആയിരുന്നു: ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനാവിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. 7 ശിഷ്യന്മാര് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ, യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. ശിമോൻ പത്രോസ് പറയാണ്,
ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മീൻപിടുത്ത തൊഴിലായിരുന്നു പത്രോസിന് നേരത്തെ ഉണ്ടായിരുന്നത്. ഗലീല കടൽ തീരത്ത് കൂടി യേശു നടക്കുമ്പോൾ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാര് കടലിൽ വല വീശുന്നത് കണ്ടു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ. അതിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു അവരോട് പറഞ്ഞു. ഉടനെ യേശുവിന്റെ വാക്ക് കേട്ട ആ മാത്രയിൽ തന്നെ പിന്നെ അവരൊട്ടും താമസിച്ചില്ല, വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അവര് ജീവിച്ചു പോരുന്ന ഒരു മാർഗമായിരുന്നു മുക്കുവ തൊഴില്, മീൻപിടുത്തം. പക്ഷെ അവരുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടൊന്നുമല്ല ദൈവം വിളിച്ചത്. വിദ്യാഭ്യാസം നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ഈ യേശു അവരെ വിളിക്കുകയില്ലായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസമല്ല അവിടെ നോക്കിയത്. മീൻപിടുത്ത തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹിയ പത്രോസ്. ഏത് പാതിരാത്രിയിലായാലും ഏത് പകലായാലും ആർത്തിരുമ്പുന്ന തിരമാലകളായാലും അവിടെ ഭയപ്പെടാതെ മീൻ പിടിക്കുവാൻ തീഷ്ണതയുള്ള ഉത്സാഹമുള്ള ഒരു വ്യക്തികളായിരുന്നു ഈ മുക്കവന്മാർ. അങ്ങനെ യേശു വിളിച്ചപ്പോൾ തന്നെ യേശുവിനെ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ചിലതൊക്കെ വിടണം. വിട്ടെങ്കിൽ മാത്രമേ യേശുവിനെ അനുഗമിക്കേണ്ട നിലയിൽ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ചു. വിട്ടിട്ട് യേശുവിയുടെ കൂടെ ഒരു 3.5 വർഷത്തോളം യേശുവിന്റെ കൂടെ അവരെ നടത്തി. എന്തിനാണെന്നറിയാമോ? ചിലതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചിലതവര് പഠിക്കണം. മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന ദൈവത്തിന്റെ ഒരു വിളി അവരുടെ മേലുണ്ട്. അത് മനുഷ്യരെ പിടിക്കാൻ പെട്ടെന്നൊന്ന് നിയോഗിക്കുകയല്ല, ചില ട്രെയിനിങ് പീരീഡിൽ കൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ, ചിലത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയൂ. എന്നാൽ 3.5 വർഷങ്ങൾ കൊണ്ട് ചിലത് യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും, കടലിന്റെ മീതെ നടക്കുന്നതും, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതും, യേശു ചെയ്ത വലിയ 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 വീര്യപ്രവർത്തികളെല്ലാം ഇവർ കണ്ടവരാണ്. എന്നിട്ടും യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു പറഞ്ഞ വാക്കിനു വേണ്ടി ഇവര് കാത്തിരിക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ ആ വാക്കിനെ അനുസരിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങേണ്ടതായിരുന്നു. പക്ഷേ അവര് ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും, പത്രോസ് ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും, ഇനിയിപ്പോ യേശുവിന്റെ കാര്യവും പറഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇനി വയറ്റിലേക്കൊന്നും പോകില്ല. യേശു മരിച്ചു, അടക്കപ്പെട്ടു, അതൊക്കെ ശരിയാണ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ തൊഴിൽ ചെയ്യാതെ വയറ്റിലേക്കൊന്നും പോകില്ല. 4 കാശുണ്ടാക്കണമെങ്കിൽ എനിക്ക് പഴയ തൊഴിലിന് പോയേ പറ്റൂ. അതാണ് പത്രോസ് ചിന്തിച്ചത്. പക്ഷേ പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ശിഷ്യന്മാരും പറഞ്ഞു, പത്രോസ് മുൻകൈ എടുക്കൂല്ലോ ഏതിനും.
ഏതിനും മുൻകൈയെടുക്കുന്ന പരിപാടി, ഒരു പദ്ധതി പത്രോസിനുണ്ട്. അപ്പം മറ്റുള്ള ശിഷ്യന്മാരും കൂടെ പറഞ്ഞു, എന്നാൽ ഞങ്ങളും പോരും. അവർ ഒരുമിച്ചാണ് പുറപ്പെട്ടത്. അപ്പൊ അവർക്ക് തമ്മിൽ എന്തുണ്ട്? ഒരു ഐക്യതയുണ്ട്, ഒരു ഐക്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതിനും ഒരു ഐക്യത വേണം. അവര് മീൻ പിടിക്കാനായിട്ട് രാത്രിയിലാണ് പുറപ്പെട്ടത്. ഇവിടെ വായിക്കുമ്പോൾ അവര് പുറപ്പെട്ടു. മാനുഷികമായിട്ട് ചിന്തിച്ചാണ് അവർ പുറപ്പെട്ടങ്ങ് പോയത്. അത് ദൈവത്തിന്റെ ആലോചനകളൊന്നും അവർ കേട്ടില്ല, അതൊന്നും അനുസരിച്ചില്ല. അവരങ്ങ് പോയി. ദൈവത്തിന്റെ വാക്കിനെയോ ദൈവത്തിന്റെ വിളിയെയോ ഒന്നും മനസ്സിലാക്കാതെ, അതിനുവേണ്ടി കാത്തിരിക്കാതെ അവര് ആ പഴയ തൊഴിലിലേക്ക് പത്രോസ് പോയി. അതിന്റെ കൂടെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ പോയി. അവർ 7 പേരോളം ഉണ്ട് എല്ലാവരും. നമ്മൾ അവിടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർ പുറപ്പെട്ടു, പടകു കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അവര് പടക് കയറി പുറപ്പെട്ട് പോയി. എങ്ങോട്ടാ പോയത്? കടലിലേക്കാ പോയത്. രാത്രി കിടന്നുറങ്ങേണ്ട സമയത്ത് ഇവർക്ക് നല്ല ഉത്സാഹമുള്ളവരാണ്. ഏത് പാതിരാത്രി ആയാലും വേണ്ടില്ല, ഏത് കാറ്റായാലും വേണ്ടില്ല, എത്ര ഇരുട്ടായാലും വേണ്ടില്ല, അവര് നല്ല ഉത്സാഹമുള്ളവരാണ്. അങ്ങനെയുള്ളവരെയാണ് ദൈവം വിളിച്ചത്. യേശുവിന് അറിയാം, പത്രോസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉത്സാഹമുള്ളവരാണെന്ന് യേശുവിനറിയാം. ചില ദൈവത്തിന്റെ പദ്ധതികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമെന്ന്, ഈ പത്രോസിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമെന്ന് സർവശക്തനായ ദൈവത്തിന് നന്നായിട്ടറിയാം. ആ രാത്രി പുറപ്പെട്ടു പോയി. പക്ഷെ മീൻ പിടിക്കാൻ പോയി, ഒന്നും പിടിച്ചില്ല. ആ അധ്വാനം വൃഥാവായി പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചു. ഗലീല കടലിൽ എവിടെ മീനുണ്ട്? മീനിന്റെ അനക്കം കേൾക്കുമ്പോൾ പത്രോസിന് അറിയാം, വർഷങ്ങളായി ഉള്ള പരിചയമാണ്, ഒരു തൊഴിലാണ്. ഗലീല കടലിന്റെ എല്ലാ വശവും അരിച്ച് പെറുക്കി കാണുക. അവിടെ എല്ലാം പോയി വല വീശി. പക്ഷേ ഈ മീൻ കിട്ടണമെങ്കിൽ ദൈവം അനുവദിക്കണമല്ലോ. ദൈവമാണല്ലോ മീനിനെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. വല വീശുമ്പോൾ മീനല്ല, അകന്നങ്ങ് പോവുക. ഒരെണ്ണം പോലും വലയിൽപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാല്, പത്രോസ് വല വീശുമ്പോൾ ഈ മീനിനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പത്രോസിനെ പിടിച്ചാൽ കിട്ടും. ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് പത്രോസിനെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ആ തൊഴിലേക്ക് അങ്ങ് പോവുള്ളൂ. പിന്നെ മീൻ പിടിക്കും, അത് വിൽക്കും, അതിന് ലാഭം കാണും, ലാഭം ഉണ്ടാവും. പിന്നെ പത്രോസിനെ പിടിച്ചാൽ കിട്ടില്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് പത്രോസിനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് പത്രോസിനെ കിട്ടണമെങ്കിൽ ചില വഴികളൊക്കെ അടച്ചേ പറ്റൂ. അപ്പൊ ചില വഴികൾ ദൈവം അടയ്ക്കും. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹമുള്ള ചില വ്യക്തികളെ കൊണ്ടുവരണമെങ്കിൽ ചില വഴികള്, അവര് പോകുന്ന ചില വഴികളെ അടച്ചെങ്കിലേ നടക്കൂ. ആ വഴി ദൈവം അടച്ചു വാങ്ങി. ഒറ്റ മീനും വലയിൽ കയറിയില്ല. അപ്പൊ അധ്വാനം വെറുതെ ആയല്ലോ. എത്രയോ മണിക്കൂർ അധ്വാനിച്ചു. എത്ര സമയം ഈ കാറ്റ് കൊണ്ടു, ഈ തണുപ്പ് മുഴുവൻ അടിച്ചു. വളരെ കഷ്ടപ്പെട്ടു. അപ്പൊ പത്രോസിന് മനസ്സിലായി, ഇനി ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഞാൻ ഇനി ഈ മുക്കുവജോലി എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കി കാണും. ദൈവവേലയ്ക്ക് ദൈവത്തിന്റെ ഒരു വിളി കിടപ്പുണ്ട് എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി കാത്തിരിക്കണം.
എന്നെ നേരത്തെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു വിളി ഉള്ളിൽ കിടപ്പുണ്ട്, ദൈവവേലയ്ക്ക് വേണ്ടി. പക്ഷെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയി കുറെ ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ആദ്യം ഒരു ചാക്ക് ഇഞ്ചി കൃഷി ചെയ്യും, അതില് നല്ല വിളവ് കിട്ടി കഴിയുമ്പോൾ പിന്നെ അടുത്ത വർഷം രണ്ട് ചാക്ക് നടാൻ ആഗ്രഹിച്ചു. അങ്ങനെ നട്ട് 8-10 ചാക്ക് ഇഞ്ചി കൃഷി ചെയ്യും. അപ്പോ ഇതിന്റെ പുറകെ അങ്ങ് പോയാൽ ലാഭം ഉണ്ടാക്കാമല്ലോ, പണം ഉണ്ടാക്കാമല്ലോ. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. ആത്മാക്കളെ നടന്നതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. 10 ചാക്ക് ഇഞ്ചി കൃഷി ചെയ്തു, നല്ലൊരു പൈസ മുടക്കി, ആ മുഴുവനും കേടായി. അപ്പൊ പിന്നെ അതിലൊരു ലാഭം കിട്ടിയല്ലോ. ഞാൻ പോകുന്ന വഴി മുഴുവൻ അടഞ്ഞു, ഒരു വഴിയും തുറക്കുന്നില്ല, പത്രോസിനെ പോലെ. അപ്പൊ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. പ്രേക്ഷലോ സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ആ രാത്രി ഒന്നും പിടിച്ചില്ല. അപ്പുറം വായിക്കുന്നത്, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഇവരെ കാത്തു നിൽക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ച, പ്രയാസം നേരിട്ട ഇവരെ കാത്ത് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഇവരെ കാത്തു നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ടി കരുതുന്ന ഒരു യേശു. നമ്മുടെ ദൈവം കരുതുന്ന ഒരു ദൈവമാണ് കേട്ടോ. പ്രൈസലോ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതാ പത്രോസ് പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ദൈവം കരുതുന്ന ദൈവമാണെന്ന് പത്രോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. അപ്പോൾ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം ആർക്കൊക്കെ വേണ്ടി കരുതി? പത്രോസിന് മാത്രമല്ല കരുതിയത്, ഏലിയാവിന് വേണ്ടി ഈ ദൈവം കരുതി. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ടു പോയി കെരീത്ത് തോട്ടിൽ ചെന്ന് പാർക്കുക. അത് അതേപോലെ അനുസരിച്ചു ഏലിയാവ്. ഒന്നും അവിടെ ചോദ്യം ചെയ്തില്ല. ദൈവകൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതാണ് ഒരു ഭക്തന്റെ കർത്തവ്യം. അനുസരിച്ച ഏലിയാവിന് ദൈവം അവിടെ കരുതി. രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും ഏലിയാവിന്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് കാക്കയോടെ കൽപ്പിച്ചേക്കുന്നത്. കാക്ക എന്ന് പറയുന്ന പക്ഷി ഭക്ഷണം ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു പക്ഷിയാണ്. എവിടെ ഭക്ഷണം ഉണ്ടോ അത് പറക്കി കൊണ്ടുപോകും. അടുക്കള ഭാഗത്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ, അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊത്തിപ്പറിക്കൊണ്ടു. പക്ഷേ ദൈവം കാക്കയോട് കൽപ്പിച്ചു, എന്റെ ദാസനായ ഏലിയാവ് കെരീത്ത് തോട്ടിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്ന് കാക്കയോട് കൽപ്പിച്ചപ്പോൾ, ദൈവം കൽപ്പിച്ചാക്കിയപ്പോൾ കാക്കയ്ക്കത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാക്ക അതനുസരിച്ചു. ഈ ഭക്ഷണം എവിടെന്നാ കാക്ക കൊണ്ടുവന്ന വലിയൊരു അതിശയം തന്നെയാണ്. അത് ആഹാബിന്റെ കൊട്ടാരത്തില്, വേദപണ്ഡിതന്മാര് പറയുന്നത്, ആഹാബിന്റെ കൊട്ടാരത്തില് അവർക്ക് ഭക്ഷിപ്പാൻ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം, അപ്പവും ഇറച്ചിയും അവിടെ ദൈവം കരുതി വെച്ചു. അത് കാക്ക അത് എടുത്തു. കാക്ക അതെടുത്തുകൊണ്ട് പറന്ന് എവിടെ എത്തിപ്പോ? ഏലിയാവ് ഇരിക്കുന്നിടത്ത് അവിടെ എത്തിച്ചു. വഴിയൊന്നും കാക്കയ്ക്ക് തെറ്റിയിട്ടില്ല കേട്ടോ. വഴിയൊന്നും തെറ്റുകയില്ല. ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ഒന്ന് കൽപ്പിച്ചാൽ അത് അടയ്ക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമാണ്. യേശു പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്.
മരണത്തെ ജയിച്ചവനായ യേശു പറയുകയാണ്, മരണത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്, പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അപ്പോൾ ഈ മീൻ പിടിക്കാതെ, മീനൊന്നും ലഭിക്കാതെ വന്നപ്പോൾ വളരെ ക്ഷീണിതനായി, വളരെ ഭാരത്തോടു കൂടി, വിഷമത്തോടു കൂടെ അവര് നിൽക്കുമ്പോഴാണ് യേശു അവരെയും കാത്ത് എന്ത് ചെയ്തു? കരയിൽ നിന്നിരുന്നു. യേശു കരയിൽ നിന്നിരുന്നിട്ട് എന്താ അവരോട് പറയുന്നത്? അതിന്റെ 6-ാമത്തെ വാക്യം, പടകിന്റെ വലത്തുഭാഗത്തു വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ചു. പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ചു. യേശുവിന്റെ വാക്കൊന്ന് അനുസരിച്ചാൽ മതി. ഒന്നാമത് അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. ഏലിയാവ് ദൈവം പറഞ്ഞതിനെ അനുസരിച്ചു. പുറപ്പെട്ടു പോകുവാൻ പറഞ്ഞ് പുറപ്പെട്ടു പോയി, അത് അതേപടി അനുസരിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നോഹ അതനുസരിച്ചു. ദൈവം പറഞ്ഞ മാതൃക പ്രകാരം പെട്ടകം ഉണ്ടാക്കി. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനുസരിക്കുന്ന എത്രയോ ഭക്തന്മാര് ലോകത്തുണ്ടെന്നറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടെന്നറിയാമോ? നോഹ അനുസരിച്ചു, ഏലിയാവ് അനുസരിച്ചു. അനുസരിച്ചിട്ടുള്ള അനേക ഭക്തന്മാരെ വേദപുസ്തകത്തിൽ കാണുവാൻ നമുക്ക് കഴിയും. അധ്വാനിച്ച് ഭാരപ്പെട്ട് ഒന്നും ലഭിക്കാതെ ഇരുന്ന പത്രോസിനോട് യേശു പറയുകയാണ്, പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാരാ പറയുന്നത്? ദൈവമാണ് പറയുന്നത്. പക്ഷേ പത്രോസ് മറ്റൊരു വചനത്തിൽ ഭാഗത്തെ സുവിശേഷത്തിൽ വായിക്കുന്ന, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവത്തിന്റെ വാക്കൊന്ന് അനുസരിച്ചാൽ മതി, 1 മിനിറ്റ് കൊണ്ട് അത്ഭുതം നടക്കും. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ വാക്കാരെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നുവോ, അത്ഭുതം അവിടെ നടക്കും. ഗലീല കടലിൽ മീൻ ഇല്ലാഞ്ഞിട്ടല്ല, മീനുണ്ട്. പക്ഷെ ഈ മീനെല്ലാം വല വീശുമ്പോ ഓടിപ്പോകും, ഒരെണ്ണം അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ യേശുവിന്റെ വാക്കനുസരിച്ച് കഴിഞ്ഞപ്പോൾ മീനെല്ലാം അവിടെ വന്നുകൂടി. യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ മീനെല്ലാം വന്നുകൂടി അവിടെ. പത്രോസ് അതനുസരിച്ചു. വല വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? പെരുത്ത മീൻകൂട്ടമാണ് കിട്ടിയത്. വലയിലേക്ക് അങ്ങ് വന്നു കയറി ഒരു പെരുത്ത മീൻകൂട്ടം. മീൻകൂട്ടത്തിന് വലിയൊരു പെരുപ്പമാണ് അവിടെ ഒരു വർധനമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ദൈവത്തിന്റെ വാക്കൊന്ന് അനുസരിച്ചാൽ മതി, അവിടെ ഒരു വിജയമാണ് നടക്കുന്നത്. അനുസരിച്ചാൽ മതി. ഒന്നാമത് അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. അബ്രഹാം ആരെ അനുസരിച്ചത്? ദൈവത്തെ അനുസരിച്ചു. നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് അത് വിടണം, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ
ചോദ്യം ചെയ്യാതെ അതിനെ അനുസരിച്ചു. അനുസരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമാണ്, ഒരു വലിയ സബ്ജക്റ്റാണ്. അനുസരിച്ച അബ്രഹാമിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി എനിക്ക് യാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ അത് അതേപടി അനുസരിച്ചു. അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവം ഒരു അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതി വർദ്ധിക്കും, വർദ്ധിക്കും. കടൽ തീരത്തെ മണൽത്തരി പോലെ നിന്റെ സന്തതി വർദ്ധിക്കും. കടൽ തീരത്തെ മണൽത്തരി എണ്ണാൻ കഴിയുമ്പോൾ എണ്ണിക്ക് ഇതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരാം. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിൽ വിശ്വാസ വീരൻ. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അബ്രഹാമിന്റെ പേര് വന്നത് ദൈവം പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. പത്രോസ് യേശു പറഞ്ഞ വാക്കങ്ങ് അനുസരിച്ചു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഒരു വലിയ പെരുത്ത മീൻ കൂട്ടം. വല വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കാൻ കഴിഞ്ഞില്ല. ആ മീൻ എത്രയുണ്ടെന്നറിയാമോ? 153. വലിയ മീന, ചെറിയതൊന്നും അത് കയറിയിട്ടില്ല. ദൈവം കൊടുക്കുന്നത് നല്ലതാ, ചെറിയതൊന്നുമല്ല ദൈവം കൊടുക്കുന്നത്. ഏറ്റവും നല്ല മീൻ, ഏറ്റവും നല്ല 153 വലിയ മീൻ. ദൈവത്തിന്റെ വാക്കനുസരിച്ച് കഴിഞ്ഞപ്പോ കണ്ടോ, ഞൊടിയുടെ നേരം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. മീനും കിട്ടി, അത്ര വലിയ മീൻ വന്നിട്ടും ആ വല കീറിയില്ലെന്ന, ഉപകരണം കീറിപ്പോയില്ല. ദൈവം അതിന് സമ്മതിക്കുകയില്ല. അത്ര പെരുപ്പം മുയൽക്കൂട്ടം ആ വലയിൽ വന്നെങ്കിൽ കീറിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചത് കൊണ്ട് ഒന്നും കീറിപ്പോയില്ല. അത് ഒരു സഭാപിതാവ് പറയുന്നത്, അതിനെ കുറിച്ച് പറയുന്നത് 153 തരം മത്സ്യങ്ങൾ അതിൽ കയറിയെന്നാണ് ആ സഭാപിതാവ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് പത്രോസ് അവസാനം അവിടെ യഥാസ്ഥാനപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു വിഷയമാണ്, യഥാസ്ഥാനപ്പെടുന്നത്. യഥാസ്ഥാനപ്പെട്ടിട്ട് കർത്താവ് പത്രോസിനെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ശക്തമായി ഉപയോഗിക്കും. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നു, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്ന് പറഞ്ഞ അതിനു വേണ്ടി ദൈവം പത്രോസ് ഒന്ന് യഥാസ്ഥാനപ്പെട്ടു. പത്രോസിനോട് പറഞ്ഞു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു. 3 പ്രാവശ്യം ചോദിച്ചു. 3-ാം പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പൊ കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ഒരു ഇടയ ജോലിയിലേക്ക് വേണ്ടിയിട്ടാണ് പത്രോസിനെ ദൈവം കണ്ടത്. എന്നാൽ പത്രോസ് അവിടെ യഥാസ്ഥാനപ്പെട്ടു. തള്ളിപ്പറഞ്ഞ പത്രോസായിരുന്നു, എടുത്തുചാട്ടക്കാരന പത്രോസായിരുന്നു, പഴയ തൊഴിലിലേക്ക് പോയ പത്രോസായിരുന്നു. എന്ന പത്രോസ് അവിടെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി. ദൈവം ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എന്നാൽ നമ്മൾ അപ്പസ്തോലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാസത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി 120 പേരുള്ള ശിഷ്യന്മാർ യേശുവിന്റെ അമ്മയായ മറിയയും യേശുവിന്റെ സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നു. ആ വാസത്വം പ്രാപിപ്പാൻ കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു. എല്ലാവരും
അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിനെ എല്ലാവരും പ്രാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചതിന് ശേഷമാണ് പത്രോസ് ധൈര്യപ്പെട്ടത്. ആ ശക്തി ലഭിച്ചു. ആ ശക്തി ലഭിച്ചതിന് ശേഷം പിന്നീടുള്ള പത്രോസിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയകരമായിരുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനെ നോക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അപ്പൊ ദൈവത്തിന് ശക്തി പ്രാപിച്ച് ചിലത് കൊടുക്കാൻ പത്രോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ മുടന്തനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നടത്തി. പിന്നീടുള്ള പത്രോസിന്റെ ജീവിതം, പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവശക്തിയോടെ ഉപയോഗിച്ചു. വലിയ ഒരു ജനാവലിയോടാണ് താൻ പ്രസംഗിക്കുന്നത്. തന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനം കുത്തുകൊണ്ട്, ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസോട് ചോദിച്ചു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനം ലഭിപ്പീൻ. സ്നാനം യേശുവിന്റെ നാമത്തെ സ്നാനം, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്ന് പത്രോസിനെ ദൈവം ഉപയോഗിക്കുന്നതാണ് വീണ്ടും കാണുന്നത്. യേശു പറഞ്ഞ എന്താണ്? എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പത്രോസ് യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പിന്നീടുള്ള നാളുകളില് ശക്തിയോടെ പത്രോസിനെ ഉപയോഗിക്കുകയാണ്. ഒരു പ്രസംഗത്തിനാണ് 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. പിന്നെ അത് 5000-ആയി. പിന്നെ സഭ വളർന്നുകൊണ്ടേയിരുന്നു. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കും. എനിക്ക് നിർത്തേണ്ട സമയമായി വരുന്നു. ആയല്ലോ അല്ലേ? ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയം മുമ്പോട്ട് പോയി. എൻ്റെ വാച്ചില് 10:20 കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിക്കാം. പ്രേക്ഷക സമയം മുമ്പോട്ട് പോയി. നമുക്ക് സമയത്ത് നിർത്തുകയും ചെയ്യണമല്ലോ. സമയം മുമ്പോട്ട് പോയെങ്കിൽ ക്ഷമിക്കുക. പ്രേക്ഷക സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് വിദ്യാഭ്യാസം നോക്കിക്കൊണ്ടോ കുടുംബ മഹിമ നോക്കിക്കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം നമ്മൾ ഒരു ഇണങ്ങിയ ആയുധമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ മതി. നമ്മെ ദൈവം ഉപയോഗിക്കും, ഇന്നും ഉപയോഗിക്കും. പ്രേക്ഷകർ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. തള്ളി പറഞ്ഞ പത്രോസായിരുന്നു, ഭീരുവായ പത്രോസായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിനെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചു. പത്രോസ് നടന്നു പോകുമ്പോഴും ആ നിഴല് പോലും തട്ടി രോഗസൗഖ്യം പലർക്കും കിട്ടി. പത്രോസ് 2 ലേഖനങ്ങളായി എഴുതിയിരിക്കുന്നത്. ഈടുറ്റ ലേഖനങ്ങളാണ്. അധികം ലേഖനങ്ങൾ എഴുതി 2 ലേഖനങ്ങൾ എഴുതിയേക്കുന്നത്. എത്ര ഈടുറ്റ ലേഖനങ്ങളായിരുന്നു അത്! മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിന്റെ പണികൾ വെന്തുപോകും, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്, ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് 2 ലേഖനങ്ങൾ എഴുതി. വിദ്യാഭ്യാസം കുറവുള്ള മുക്കവനായ പത്രോസിനെ കൊണ്ട് ദൈവം ലേഖനങ്ങൾ എഴുതിച്ചില്ലേ? ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൊടുത്താൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷക സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷക സുഖമില്ലാതെ പാൽപ്പെടുന്ന സ്തോത്രം ഗ്രേസ്യ സഹോദരനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകോ ശരീരത്തിന് പ്രയാസമുണ്ട്. പ്രേക്ഷകർ ആരെല്ലാം സുഖമില്ലാതെ പാൽപ്പെടുന്നുണ്ട് അവരെല്ലാം സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരയിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രേക്ഷകോ സൗഖ്യമാക്കുന്ന കരാന്തുവേ നീട്ടുമാറാകണമേ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ വിടിവിക്കുമെന്നുള്ള വചനപ്പര ഒരു വിടിവിക്കുന്ന ദൈവം നമുക്കുണ്ട്. യേശുവെ അങ്ങനെ കരം നീട്ടുമാറാകണമേ. സുഖമില്ലാതെ
ഭാരപ്പെടുന്ന ശരീരത്തിന് സകല പ്രയാസങ്ങളെ പൂർണ്ണമായിട്ടും വിടുവിക്കുമാറാകണമേ. യേശുവിന്റെ കല്ലേക്ക് മോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്തോത്രം അമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരിൽ ആരെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ക്ഷീണങ്ങളുണ്ടോ, പ്രയാസമുണ്ടോ, ശരീരത്തിന് പ്രയാസമുണ്ടോ, അതെല്ലാം വിടുതൽ കർത്താവെ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, സൗഖ്യമാക്കുന്ന യഹോവ, സൗഖ്യമാക്കുന്ന യഹോവയുടെ കരങ്ങളിലേക്ക് കർത്താവെ സ്തോത്രം. സുഖമില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് സൗകര്യക്കായ സ്തോത്രം. അമേ അമേ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ശരീരത്തിലെല്ലാ ബന്ധനങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പ്രേസ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പ്രേസ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരയിലേക്ക് ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം രോഗിയായിട്ട് ഭാരപ്പെടുന്നുണ്ടോ, ആ രോഗബന്ധനത്തെ അഴിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ കരയിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പല രാജ്യങ്ങളിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്, പല ദേശങ്ങളിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യദായകനായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന കരം അങ്ങ് നീട്ടണമേ, അങ്ങ് നീട്ടണമേ. അവിടെ ഒന്ന് കൽപ്പിച്ചാൽ സൗഖ്യമാകും. അവിടുത്തെ വാക്കിന് ശക്തിയുണ്ട്, അവിടുത്തെ വാക്കിന് ശക്തിയുണ്ട്. അവിടുത്തെ വാക്കുകൊണ്ടാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ചത്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് സ്വാതന്ത്ര്യം സമർപ്പിക്കുന്നു. മകളെ സമർപ്പിക്കുന്ന, രോഗികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. വിടുവിക്കണമേ, വിടുതൽ സംഭവിക്കട്ടെ, അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം വചനം സ്തോത്രം അപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ അവസരം ഇതുപോലെ ഈ സൂമില് എന്നെ ക്ഷണിച്ച പ്രിയ സിസ്റ്റർക്കും അതുപോലെ ഡെയ്സൺ ബ്രദറിനും അതുപോലെ ഗ്രേസി ആന്റിക്കും എന്റെ നന്ദിയെ അറിയിക്കുന്നു. പ്രേസ് ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഇതിൽ വചനം കേട്ട എല്ലാവരെയും, എല്ലാ സഹോദരിമാരെയും, പാട്ടുപാടിയ പ്രേസ് ശ്രീജ സഹോദരി, മറ്റെല്ലാ ആദിവാസന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് സ്തോത്രം എല്ലാവരുടെയും തലമുറ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.